മോള് ദേവയാനിയല്ലേ? അതെ ശോഭന, വാ. എടാ രവീന്ദ്ര, എന്തൊക്കെയുണ്ടോ വിശേഷം? ചേച്ചി, ചേച്ചി സുഖം തന്നെയല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അളിയനെങ്ങനെ ഇരിക്കുന്നു? നമസ്കാരം. നമസ്കാരം. എടാ, നീ ലണ്ടനിലാണെന്നല്ലേ പറഞ്ഞേ? പിന്നെന്താ ഇവിടെ ചുറ്റിക്കറങ്ങുന്നേ? എപ്പോഴാ വന്നേ? ഇന്നലെ ചേച്ചി വന്നത്. എന്റെ മോള് പ്രീതി ഉണ്ടല്ലോ, അവള് ഫാഷൻ ഡിസൈനിങ് പഠിച്ചോണ്ടിരിക്കുക. ഇവിടെ ഒരു 6 മാസം സ്പെഷ്യൽ കോഴ്സ് പഠിക്കാനുണ്ട് അവക്ക്. അതുകൊണ്ട് അവളെ കോളേജിൽ ചേർത്തിട്ട് ആ കോഴ്സ് കഴിഞ്ഞ ഉടനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാ നിൽക്കുന്നത്. അപ്പൊ ശോഭന ഈ അമ്പലത്തിൽ നിന്ന് പോകാന്ന് പറഞ്ഞു. അങ്ങനെയാ വന്നത്. അല്ല, നീ ലണ്ടനിൽ നിന്ന് വന്നല്ലോ. ഇവിടെ ഇങ്ങനെ ഒരു ചേച്ചിയുണ്ട്, എന്നെ കാണണം, അളിയനെ കാണണം എന്ന ചിന്തയൊന്നും നിനക്ക് വന്നില്ലേ? അത് ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, രാത്രിയെ ചെന്നൈയിൽ എത്തിയത്. പ്രീതിയുടെ അഡ്മിഷൻ കഴിഞ്ഞിട്ട് ചേച്ചി വന്ന് കാണാതിരുന്നതാ ഞാൻ. അതിനിടയിൽ ഇവിടെ വെച്ച് നമ്മൾ കണ്ടുമുട്ടി. ഞാൻ ചോദിച്ചതുകൊണ്ടല്ലേ നീ ഇപ്പൊ പറയുന്നേ? ലണ്ടനിൽ പോയപ്പോ നീ വലിയ ആളായി പോയോ? അയ്യോ, ഏട്ടത്തി, അങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി. എന്താ, നിങ്ങൾക്ക് അഭിഷേകമുണ്ടോ? അതല്ലടാ, ഞങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ഒരാളുടെ മകളുടെ കല്യാണം എന്ന്. എന്നോടാണ് ആ കുട്ടിക്ക് താലി എടുത്ത് കൊടുക്കാൻ പറഞ്ഞത്. അതിനു വേണ്ടിയാ വന്ന്. ശരി ചേച്ചി, നല്ല കാര്യം തന്നെയാ. അല്ല, വിക്രം വന്നില്ലേ? ആ, വന്നിട്ടുണ്ട്. ആ, ദാ വരുന്നു. എടാ വിക്രം, നീ അങ്ങ് മാറിപ്പോയല്ലോടാ. അല്ല, എന്താ മാമ സോൾട്ടും പേപ്പറും രണ്ടായിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്? വയസ്സായില്ലേടാ മോനെ. ആന്റി സുഖല്ലേ? ആ, സുഖം തന്നെയാ മോനെ. നിനക്ക് സുഖല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അല്ല, പ്രീതി എവിടെ? അവളൊരു ഫ്രണ്ടിനെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് പോയതാ. നല്ല നേരം കഴിയാൻ പോവാ. താലി ആരാണോ എടുത്തു കൊടുക്കുന്നത് അവരോട് വരാൻ പറയും. ശരി തിരുമേനി. മുഹൂർത്തം എടുക്കാറേ. അതെ, വരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. മാഡത്തിന്റെ കൈ കൊണ്ട് തന്നെ ആ താലി എടുത്തു കൊടുക്കാൻ. എന്നെക്കാളും എന്റെ മോൻ വിക്രമിനാണ് ഐശ്വര്യമുള്ളത്. അവന്റെ കൈകൊണ്ട് താലിയെടുത്തു കൊടുത്ത നിങ്ങളുടെ മോളും ഭർത്താവും നല്ല സന്തോഷമായിട്ട് ജീവിക്കും. വിക്രം, ആ താലി വാങ്ങി ചെറുക്കന്റെ കൈ കൊടുക്ക. വാ. അതെ, എന്താ ഇത്? നിങ്ങളുടെ മകൻ കല്യാണം കഴിഞ്ഞ് ഭാര്യയായിട്ട് വഴക്കിട്ട് വിവാഹമോചനം കഴിഞ്ഞ് നിൽക്കുമല്ലേ? അങ്ങനെയുള്ള ആള് താലിയെടുത്തു കൊടുത്താ പെണ്ണിന്റെ ജീവിതം ശരിയാവും തോന്നുന്നുണ്ടോ? എന്താ പറഞ്ഞേ? എന്റെ മോനെ പറ്റി നീ എന്താ പറഞ്ഞേ? മാഡം, നിങ്ങൾ ദേഷ്യപ്പെട്ടാലും പ്രശ്നമില്ല. നിങ്ങളുടെ മോനൊരു തുണയില്ലാതെ തനിച്ചല്ലേ ജീവിക്കുന്നെ. ഇയാൾ എടുത്തു കൊടുക്കുന്ന താലി എടുത്ത് കെട്ടിയ ഇവരുടെ ദാമ്പത്യം എന്താകുന്നുള്ള പേടി കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ താലി എടുത്ത് കൊടുത്തോ, ആ മോനെ കൊണ്ട് കൊടുപ്പിക്കേണ്ടെന്നേ ഞാൻ പറഞ്ഞോളൂ. മതി, നിർത്ത്. ഇനി കൂടുതൽ സംസാരിക്കണ്ട. എന്റെ മോന് രാശിയില്ലെന്നാണോ നീ പറയുന്നേ? അവന്റെ സ്വന്തം ഇഷ്ടത്തിന് ഒരു പെണ്ണിനെ സ്നേഹിച്ച് അവന്റെ ജീവിതം അവൻ തന്നെ സ്വയം നശിപ്പിച്ചതാ. അതുകൊണ്ട് അവൻ രാശിയില്ലാത്തവനായി മാറുമോ? എനിക്കെല്ലാം എന്റെ മോൻ തന്നെയാ. ഇവൻ ഐശ്വര്യമുള്ളവനാ. ഇവന്റെ കൈകൊണ്ട് വിളക്ക് കൊളുത്തിയിട്ടുള്ള എല്ലാ സംരംഭങ്ങളും സക്സസ്ഫുള്ളായി മാറിയിട്ടുണ്ട്. ഇവന് സ്വന്തം ജീവിതത്തിൽ ഒരു തെറ്റുപറ്റി. അതുകൊണ്ട് ഇങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തുക. അല്ല, നിങ്ങൾ ഈ പറയുന്നതിൽ വല്ല ന്യായമുണ്ടോ? മറ്റൊരുത്തന്റെ സാഹചര്യം മനസ്സിലാക്കാതെ ഇങ്ങനെയാണോ സംസാരിക്കുക? അല്ല മാഡം, ഇനി ഞാൻ പറയുന്നത് കേട്ടോ. 2 മാസത്തിനുള്ളിൽ എന്റെ മോന് പറ്റിയൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിച്ച് അവന് സന്തോഷമുള്ള ഒരു കുടുംബം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ എന്റെ പേര് ദേവയാനി എന്നല്ല.
നീ മിണ്ടാതിരിക്കേ. ഇനി നിങ്ങൾ എന്റെ വീടിന്റെ പരിസരത്ത് കണ്ടുപോരുത്. പറഞ്ഞേക്കാം. അയ്യോ അയ്യോ